ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മാർച്ച് 29. ദൈവത്തിന് മറ്റു പദ്ധതികൾ ഉണ്ടായിരുന്നു. ഫറവോന്റെ പുത്രി, ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവൾ അവന് മോശെ എന്ന് പേരിട്ടു. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം. അവരുടെ കൃത്യമായ പ്രായം അജ്ഞാതമാണ്. ഒരാളെ ഒരു പള്ളിയുടെ പടിക്കെട്ടിൽ കണ്ടെത്തി. മറ്റൊരാൾക്ക് തന്നെ വളർത്തിയത് കന്യാസ്ത്രീകളാണെന്ന് മാത്രം അറിയാമായിരുന്നു. 2-ാം ലോക മഹായുദ്ധകാല സമയത്ത് പോളണ്ടിൽ ജനിച്ച് ഏതാണ്ട് 80 വർഷത്തോളം ഹലീനയോ ക്രിസ്റ്റീനയോ പരസ്പരം അറിഞ്ഞിരുന്നില്ല. തുടർന്ന് DNA പരിശോധനാ ഫലങ്ങൾ അവർ സഹോദരിമാർ ആണെന്ന് വെളിപ്പെടുത്തുകയും സന്തോഷകരമായ ഒരു പുനഃസമാഗമനത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അത് അവരുടെ യഹൂദ പൈതൃകത്തെ വെളിപ്പെടുത്തി. മാത്രമല്ല, എന്തുകൊണ്ടാണ് അവർ ഉപേക്ഷിക്കപ്പെട്ടതെന്നും വിശദീകരിച്ചു. അവർ ജൂത വംശജർ ആയതുകൊണ്ട് മാത്രം ചിലർ അവർക്ക് മരണം വിധിച്ചിരുന്നു. ഭയചകിതയായ ഒരമ്മ മരണഭീഷണി നേരിടുന്ന തൻ്റെ മക്കളെ രക്ഷപ്പെടാൻ സാധ്യതയുള്ള ഒരിടത്ത് ഉപേക്ഷിക്കുന്നതായി സങ്കല്പിക്കുന്നത് മോശയുടെ കഥയെ ഓർമ്മിപ്പിക്കുന്നു. ഒരു എബ്രായ ബാലനെന്ന നിലയിൽ അവനെ വംശഹത്യയ്ക്ക് അടയാളപ്പെടുത്തിയിരുന്നു. എന്നാൽ മോശയുടെ അമ്മ മോശയെ തന്ത്രപരമായി നൈൽ നദിയിൽ വെച്ചു. മോശയുടെ അതിജീവനത്തിന് ഒരവസരം നൽകി. അവൾ ഒരിക്കലും സ്വപ്നം കാണാത്ത വിധത്തിൽ ദൈവത്തിന് മോശ മുഖാന്തരം തൻ്റെ ജനത്തെ രക്ഷപ്പെടുത്താൻ ഒരു പദ്ധതിയുണ്ടായിരുന്നു. മോശയുടെ കഥ നമ്മെ യേശുവിൻ്റെ കഥയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഫറവോൻ എബ്രായ ആൺകുട്ടികളെ കൊല്ലാൻ ശ്രമിച്ചതുപോലെ ഹെരോദാവ് ബേത്ലഹേമിലെ എല്ലാ ആൺകുട്ടികളെയും കൊല്ലുവാൻ കൽപ്പിച്ചു. അത്തരം എല്ലാ വിദ്വേഷത്തിനും, പ്രത്യേകിച്ച് കുട്ടികളോടുള്ളവയ്ക്ക് പിന്നീട് നമ്മുടെ ശത്രുവായ പിശാചാണ്. അത്തരം അക്രമങ്ങൾ ദൈവത്തെ അത്ഭുതപ്പെടുത്തുന്നില്ല. മോശയെക്കുറിച്ച് അവന് പദ്ധതികൾ ഉണ്ടായിരുന്നു. നിങ്ങളെയും എന്നെയും കുറിച്ച് ദൈവത്തിന് പദ്ധതികളുണ്ട്. തൻ്റെ പുത്രനായ യേശുവിലൂടെ ദൈവം തൻ്റെ ഏറ്റവും വലിയ പദ്ധതി ഒരിക്കൽ ശത്രുക്കളായിരുന്നവരെ രക്ഷിക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്നത് വെളിപ്പെടുത്തി. ചിന്തിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി പ്രവർത്തിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഏതു വിധത്തിലാണ് ദൈവം നിങ്ങളെ രക്ഷിച്ചത്? ദൈവത്തിന് മഹത്വം.